അപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് ആവശ്യക്കാർക്ക് കൊടുക്കൂട്ടാ. അപ്പം ഞാനും കൺമണിക്കുട്ടി ഉണ്ടല്ലോ, ഇന്ന് ആരെങ്കിലും ഉറക്കണുണ്ടാ? നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ കയറ് കെട്ടി കൊടുത്തത് അങ്ങനെ തന്നെ നോക്കി കയറി എത്രയും സാധനങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കേട്ടാ. അപ്പോൾ നമുക്ക് ഇതിന്ന് കാബേജ് നടാൻ പോവാട്ടാ. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ ചെറിയ ചാലൊക്കെ എടുത്ത് നന്നായി 3 കുമ്പളങ്ങ ഞാൻ വെക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഉണ്ടിട്ട് കുമ്പളങ്ങ ചിലത് നല്ല വലിപ്പം വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ. ഈ ചെടീനെ ആരെങ്കിലും ഉറക്കണുണ്ടാ? നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ വേലിവക്കിലൊക്കെ കൂടുതലും എതവശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു. ഇത് നോക്കിയേ, ഞാൻ ഈ ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രില്ലൊക്കെ അടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ ഇട്ട് നോക്കുകയാണ്. അപ്പോൾ താഴെ നോക്കുമ്പോൾ കണ്ടോ നമുക്ക് നല്ല രസം, നല്ല തണല് പോലെ കിടക്കും. പക്ഷെ നിറച്ച് പൂവ് ഏത് വേനൽക്കാലത്തും വർഷക്കാലത്തും ഉണ്ടാവും കേട്ടോ. ഓണത്തിനൊക്കെ പൂക്കളിടാനൊക്കെ ഇട്ട് നമ്മൾ കൂടുതലൊക്കെ അന്ന് ഇങ്ങനത്തെ പൂവൊക്കെ ഉപയോഗിച്ചിരുന്നത്. കോളാമ്പി, വൈലറ്റ് കോളാമ്പി. ഇനി വേറെ എന്താ പേര് പറയൂ കേട്ടോ, അതെനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുന്ന വെച്ചാൽ പറഞ്ഞതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പറമ്പിൽ പോവാണ്. പിന്നെ എനിക്കൊരു ഗസ്റ്റൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ വെക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളിയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കുക അവിടെ പോയിട്ട്. വേലിക്കുട്ടി, നീ ഫസ്റ്റ് എത്തിയോ? വരുമ്പോഴേ നമ്മുടെ ഒരു പട്ട വീണ് എടുക്കണ്ടായിരുന്നു. പിന്നെ അത് പോയി എടുത്തു വീണ്ടും മടങ്ങിപ്പോയിട്ട്. നമ്മുടെ വഴുതനങ്ങ നോക്കിയേ, ചെറിയ വഴുതനങ്ങ തോന്നുന്നുണ്ട് കണ്ടിട്ട്, പച്ച ചെറുത്. പിന്നെ ഇപ്പുറത്ത് നിൽക്കണ നമ്മുടെ വഴുതനങ്ങ നോക്കിയേ, ഈ ഒരു വഴുതനങ്ങ ഈ ഒരു കളറുള്ളത് ഉണ്ട വഴുതനങ്ങ, വയലറ്റ് ഇട്ടാ. തക്കാളിയാണ് നമുക്കിപ്പോൾ കൂടുതലും പഴുത്ത് നിൽക്കണത്. പിന്നെ നമ്മുടെ ഈ മുളകുമ്പേക്ക് നോക്കി നന്നായി മുളകായിട്ടാ. ഞാൻ ഇന്ന് പൊട്ടിക്കണ വെച്ചെന്ന് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റ് ഉള്ള കാരനെ ഇന്നെല്ലാം പൊട്ടിക്കാൻ നിൽക്കണില്ല. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് പൊട്ടിക്കണില്ല. പക്ഷെ നമ്മുടെ തക്കാളി കുറച്ച് കൂടുതൽ പൊട്ടിക്കണം. കാരണം തക്കാളി എനിക്ക് കറിയിലേക്ക് ആവശ്യമുണ്ടേ. അപ്പോൾ അവർ വരുമ്പോൾ അത്യാവശ്യം പാചകമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നോക്കിയേ, തക്കാളി നന്നായിട്ട് എല്ലാം പഴുത്തു. അല്ലാതല്ല, കുറച്ചൊക്കെ പഴുത്തു. അത് പൊട്ടിക്കാം. എന്ത് ഭംഗിയാ കണ്ടോ. ഇവിടെ ഞങ്ങളുടെ അറ്റ വരെ പഴുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കടയും പഴുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്തെ ഒരു വരി വെച്ചിട്ടുള്ളതും പഴുത്തുണ്ട്. അപ്പം നമ്മുടെ തക്കാളി പൊട്ടിക്കണേക്കാളും മുന്നേ നമ്മുടെ പടവലങ്ങാമത്തെ പുഴുവിനെ നോക്കട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിതിങ്ങനെ പൊട്ടിച്ച പോണോട് കൂടി അത് നോക്കാൻ വിട്ടുപോയി. നോക്കട്ടെ. എന്തായാലും നമ്മൾ കിട്ടും, നമുക്ക് പുഴുവിനെ കിട്ടാതിരിക്കില്ല. എന്നിങ്ങനെ നോക്കിയാലും കിട്ടും. നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് പുതിയ തളിര് വരുന്നില്ലേ, ആ ഭാഗത്താണ് പുഴു വരിക. അങ്ങനെയുണ്ട്. മൂത്ത ഇലയമ്മ അങ്ങനെ തിന്നണില്ല. അപ്പം ശരിക്കും അതിൻ്റെ ഇതിൻ്റെ ഒക്കെ കണ്ട കൂമ്പ് നമ്മൾ ഇതേപോലെ നോക്കിയിട്ട് വരെ കൂമ്പ് പോയി. അതേ ഇരിക്കണം പറഞ്ഞ നോക്കിയേ. എന്ന് ഞാൻ കുഞ്ഞിതല കാണിക്കരുത്. നോക്കിയേ വലിപ്പം നോക്കിയേ. കണ്ട ഇല മുഴുവൻ തിന്നതേ ഇരിക്കുന്നത് പുഴുവാണ് ഉണ്ടാ. അപ്പം അത് നമ്മൾ ആ തണ്ടടക്കം പതുക്കെ പൊട്ടിച്ച് അങ്ങനെ തന്നെ കളയാട്ട് ചെയ്യാം. കണ്ടോ പുഴു.
അങ്ങനെ തന്നെ കളയും. അപ്പം അങ്ങനെ ഒരു പുഴുവിനെ കിട്ടി. നമ്മൾ കയറ് കെട്ടി കൊടുത്തത് അങ്ങനെ തന്നെ നോക്കി കയറി 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 ഇവിടെ വരെ എത്തി. ഇപ്പം കാണാനില്ല. അപ്പം ഇനി ഒരു പടവലങ്ങി പൊട്ടിക്കണ്ട. അപ്പം അത് ആദ്യം പൊട്ടിക്കാം, പിന്നെ അങ്ങനെ തക്കാളി പൊട്ടിക്കാം. ഈ പുഴു വന്നിട്ടുള്ള കാരണമാണെന്ന് തോന്നുന്നു. പടവലങ്ങി നമുക്ക് നമുക്ക് പടവലങ്ങിക്ക് കണ്ട കുറേ പടവലങ്ങി ഉണ്ടാവാറുണ്ട്. ഇത് പക്ഷെ നമുക്ക് അല്ലേ കിട്ടും കേട്ടോ, എപ്പോഴും കിട്ടും. ഇതേ കണ്ട നോക്കിയേ അതേപോലെ. അല്ലെങ്കിൽ ഒരുമിച്ച് പിന്നെ എന്താ പറയുക, ഇവർക്ക് പടർന്ന് പന്തലിക്കാൻ പറ്റണില്ലല്ലോ ഈ പുഴുക്കൾ ഈ തലതിനണ കാരണോ. ഇതേ കണ്ട അങ്ങനെ സാധാരണ നമുക്ക് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ കുറേ ഉണ്ടായി കിട്ടാറുണ്ട്. പക്ഷെ പടവല മാത്രം പുഴു തിന്നിട്ടേ അവർക്ക് പടർന്ന് ആവാൻ പറ്റാത്ത കാരണമാണ് ഈ എണ്ണം കുറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ഒരു പടവലങ്ങി പൊട്ടിച്ച് നമ്മൾ ഇനി തക്കാളി പൊട്ടിക്കാം. ഓക്കേ, ഈ തക്കാളിയുടെ വലിപ്പം നോക്കിയേ, ചിലത് നല്ല വലിപ്പം വന്നിട്ടുണ്ട്. ഇതാണ് നോട്ട് രണ്ടെണ്ണം. നമ്മുടെ വീട്ടിലിതില്ല, നന്നായി പഴുത്തിട്ട് പൊട്ടിക്കാം. ഇതിലത്തെ ഈ ഒരെണ്ണം പൊട്ടിക്കാം. ഈ സൈഡത്ത് ഇത് പൊട്ടിക്കണില്ല, എന്നാൽ ഈ മൂന്നെണ്ണം കൂടി പൊട്ടിച്ചെടുക്കാം. ഞാനേ തക്കാളി ശരിക്കും നമുക്ക് ഞാൻ നടുമ്പോഴേ പറഞ്ഞു, നമുക്ക് തക്കാളിക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ചെടി നട്ട് അത് ഉണ്ടായി നമ്മുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും സമാധാനമായത്. കാരണം അത്ര വലുതായി തന്നെ ഒരു പേടിയായിരുന്നു, എന്താവോ എന്ന് വെച്ചിട്ട്. ഇതിൻ്റെ കുറേ എണ്ണത്തിൻ്റെ അവിടെ പിടിച്ചിരുന്നു, അതുണ്ടായില്ലേ നല്ല ഭംഗിയത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കാണാൻ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ ഞാൻ കാര്യമായിട്ട് പറമ്പിൽ ഇപ്പോൾ രാവിലെ തന്നെ ഒന്നും ചെയ്യാൻ നിൽക്കണില്ല. കാരണം എനിക്ക് ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് ആരാണെന്നുണ്ടെങ്കിലേ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ചേച്ചി, എൻ്റെ യൂട്യൂബ് ഞാൻ തുടങ്ങി അന്ന് പരിചയപ്പെട്ടുള്ള ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി ഇപ്പോൾ ഞാൻ 3 വർഷമായി, കുറേ നാളായി ചേച്ചി പറയണു വരണം എന്നുള്ളത്. അങ്ങനെ ഒരു 3 വർഷം വരെ ചേച്ചി വരണം, ഇന്ന് വരണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ചേച്ചി ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത്യാവശ്യം ഭക്ഷണമൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ആൾ, ഈ ചേച്ചിയുടെ വീടെന്ന് പറഞ്ഞത് എറണാകുളം വരാപ്പുഴ അവിടെയാണ്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ആളാണെങ്കിൽ എറണാകുളത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ചേച്ചിയുടെ വീട്ടിലേക്ക് പോലും അങ്ങനെ അവിടെ പോയി ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒരു വീട് പോലെ ആയി ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഇന്ന് കൂടുതൽ നേരം പണിയണമൊന്നുമില്ല. നമ്മൾ പോവാൻ വേഗം വീട്ടിലേക്ക്. അത്യാവശ്യം വേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് പൊട്ടിച്ച് നേരെ വീട്ടിൽ കയറും. ഷായിട്ടേ ഇതാ ഒരു തക്കാളി കഴിച്ചേ, നമ്മുടെ ഇപ്പം തന്നെ പൊട്ടിച്ചത്. ഭയങ്കര രസമാണ് കഴിക്കാൻ. പൊട്ടിച്ചപ്പം തന്നെ ആകുമ്പോൾ അല്ലേ. അപ്പം ഞാൻ പോവാ ഷായിട്ടാ. ഇനി വേണം തക്കാളി വേണം കൂടി. പോവാ പേളിക്കുട്ടിയെ, പോവാ നമുക്ക് വാ. നമ്മുടെ പണികളൊക്കെ ഇതാ ഒരുവിധമായിട്ടുണ്ട്. മീൻകറി റെഡി ആയിട്ടാ. പിന്നെ ഒരു ചിക്കൻ കറി വയ്ക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വറുത്ത് വെച്ചു. ഇനി ഒരു 1-2 കറി കൂടി വെക്കാനുണ്ട്, അത് കഴിഞ്ഞ് കഴിയും. എൻ്റെ എല്ലാ എന്താ പറയുക പണികളും കഴിഞ്ഞു കേട്ടോ. ഞാൻ ചേച്ചിനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഇതാ ചിക്കൻ കൊണ്ടാട്ടം, പിന്നെ നമ്മുടെ ബീഫ് കേട്ടോ. അപ്പോൾ എന്നോട് പണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം അളിയൻ വന്ന സമയത്ത് ബീഫ് വെച്ചപ്പോൾ സ്മിത റെസിപ്പി ഒന്ന് കാണിച്ചു തരണമെന്ന്. അത് ഞാൻ കാട്ടി തരേണ്ട ഒരു ദിവസം ഉണ്ടാക്കാം. പിന്നെ ഇത് പോർക്ക് കേട്ടോ.
നെയ്യൊന്നും ഉണ്ടാവില്ല, നല്ല വളർത്തിയെടുക്കുന്നതാണ്. പിന്നെ ഇത് വെള്ളയപ്പത്തിലേക്ക് ഒരു ചിക്കൻ വെച്ചിരിക്കുകയാണ്, ഒരു കറി, നാളികേരം പാലൊക്കെ വെച്ചിട്ട്. ഇത് നമ്മുടെ മീൻ കറി കേട്ടോ. പിന്നെ ചോറ്, വെള്ളയപ്പം, ഇനിയൊന്ന് പപ്പടം വറക്കാം, അത്രയ്ക്കൊക്കെ ഉള്ളു കേട്ടോ. അപ്പം ഞാൻ ചേച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത്. ചിക്കൻ കൊണ്ടാട്ടം, പിന്നെ ബീഫ് ഫ്രൈ, അതുപോലെ പോർക്ക് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക, നാളികേരം പാലൊക്കെ ഒഴിച്ചിട്ട് വെള്ളയപ്പത്തിലേക്ക് ഒരു ചിക്കൻ കറി, പിന്നെ മീൻ കറി, പിന്നെ ചോറ്, പിന്നെ വെള്ളയപ്പം. ഇത്ര സാധനങ്ങളായിട്ടാണ് ആക്കിയിട്ടുള്ളത്. അപ്പം എൻ്റെ ചേച്ചി ഇതാ വന്നു കേട്ടാ, കുഞ്ഞുമോളി ചേച്ചി. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അപ്പോൾ ചേച്ചിനെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല അല്ലേ ചേച്ചി, അത്രയും അറിയില്ല. സ്വന്തം ചേച്ചി അത്രയും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ചേട്ടൻ, പിന്നെ കസിൻ, ചേച്ചിയുടെ കസിനായിട്ടാ ബോസ്. പിന്നെ മോൻ വന്നിട്ടുണ്ട്. അവൻ എൻ്റെ മോനായിട്ട് പുറത്തു പോയി. അവർക്ക് രണ്ടുപേർക്ക് ക്യാമറയിൽ നിന്നൊക്കെ ഇഷ്ടമില്ലല്ലോ, അപ്പോൾ അവർ ഇറങ്ങിയിട്ട് പുറത്തേക്ക്. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടീനെ കൊണ്ടുവന്നു. ചേച്ചിക്ക് കാണുന്നത് പണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കൺമണിക്കുട്ടീനെ, കൺമണിക്കുട്ടി പുത്തൂര് പോയിക്കായിരുന്നു, അവിടെ നിന്ന് കൊണ്ടുപോകുന്നു അല്ലേ കൺമണിയെ? ഒരു ഹായ് പറഞ്ഞ കൺമണിക്കുട്ടിയിൽ നോക്കിയിട്ട്. അപ്പോളേ കുഞ്ഞുമോളേച്ച് വരുമ്പോഴേ കുറേ തരം മീനുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു ഐസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പെട്ടിയിലേക്ക് വെക്കുകയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാട്ടി തരാം കേട്ടാ. ഇത് എന്താണെന്നുള്ളത്, ഇതൊക്കെ ഞണ്ടാണ് കേട്ടോ. കൺമണിക്കുട്ടിക്ക് ഞണ്ട് തുറന്ന് കാണുന്നത് തന്നെ ഇരിക്കണേ. കുറേ തരം മീനുകളുണ്ട്. അപ്പം ഞാനേ ചേച്ചി പോയി കഴിയുമ്പോൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് കൊണ്ടു നോക്കണേന്നുള്ളത്. നമ്മളിവിടെ അടുത്തുനിന്ന് പോയിട്ട് ഇങ്ങനെ ഐസ് മേടിക്കാൻ കിട്ടും. അപ്പം അങ്ങനെ ഐസ് മേടിച്ചു. അപ്പം ഇതിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ തന്നെ നമ്മൾ ഫ്രീസറിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി യാത്രയ്ക്കും പറഞ്ഞ് അവരിത് ഇറങ്ങാൻ കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനും അതേപോലെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാനുണ്ട് കേട്ടോ. ഒക്ടോബർ 7 അതായത് ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ബിൻസി ടിറ്റൂസിന് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. നമുക്ക് ഹായ് പറയാം കേട്ടോ. നസീമ ഹുസൈൻ, ഹായ് നസീമേച്ചി. സുജാത മോഹൻദാസ്, ഹായ് സുജാതേച്ചി. രാജി, ഹായ് രാജേച്ചി. ഇനി നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. അപ്പം ചേച്ചി ഇതാ പോയി. ഇനിയിപ്പോൾ ഇതിലാണെങ്കിൽ ചേച്ചി പറഞ്ഞു മീനൊക്കെ വേഗം എന്താണെങ്കിൽ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി നോക്കണത്. അപ്പോൾ അങ്ങോട്ട് പോകണം. പിന്നെ ഇതേ കൺമണിക്കുട്ടിക്ക് വരുമ്പോൾ മിഠായി പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൺമണിക്കുട്ടി കൂടി ഇരുന്ന് മിഠായി കഴിക്കുന്നുണ്ട് അല്ലേ കൺമണിക്കുട്ടിയെ? അപ്പോൾ നമുക്ക് മീൻ നോക്കണ്ടേ? എന്താണെന്ന് ഞണ്ട് കൊടുന്നിട്ടുണ്ട് ഇത് വേണ്ട. അപ്പോൾ തൊട്ട് കൺമണിക്കുട്ടി ഞണ്ടിനെ കാണുന്നത് വേണ്ടിയിരിക്കുക ജീവള ഞണ്ടനെ. അപ്പോൾ കൺമണിക്കുട്ടി മിഠായി തിന്ന് കഴിഞ്ഞിട്ട് വായപ്പളിക്കും ഇതവിടെ വയ്ക്കാം, ശരിയാക്കാം കേട്ടാ. അപ്പം ഞാനിതാ വലിയ ഉരുളിലേക്ക് എടുത്തിട്ടാണ് ഇരിക്കുന്നത്. ചേച്ചി ഇതാ കൊടുന്നിട്ടുള്ളത് ഞണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വലിയ കണ്ടപ്പോൾ മേലിക്ക് വരില്ല ഞണ്ടിതാ കുറേ ഞണ്ടുണ്ട്. എനിക്ക് പിടിക്കാനായിട്ട് ഇപ്പോൾ പേടിയുണ്ട്. എന്നാലും ഞാൻ കവറിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിടാം. ഒക്കെ ജീവനുള്ള ഞണ്ടാട്ടാ. ഇങ്ങനെ കോർത്ത് കെട്ടിയിട്ടുണ്ട്, അത് കാരണം പൂവില്ല കണ്ടോ. ജീവനുള്ളതാണ്. ഒക്കെ അനങ്ങുണ്ട്. നോക്കി ഓടി നടക്കുക കണ്ടോ. അയ്യോ കണ്ടോ, നല്ല വലിപ്പമുള്ള ഞാൻ ഇല്ല. പോലെ മോളുടെ അടുത്തേക്ക് വലിയ ടമിത നോക്കുമല്ലോ. മോള് പേടിച്ചിട്ടാണ് ഓടി പോവാ. ഇനി മീനാണ് കൊണ്ടിരിക്കണേ. മീനേ നമ്മൾ ഐസാക്കി വെച്ചാൽ തന്നെ ഐസിൻ്റെ ആദ്യം എടുത്ത് പുറത്തേക്ക് വയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന്
കുറേ തരം മീനുകളായിട്ടാ. ഇതെന്താ നോക്കട്ടെ. ഇത് വലിയ ഇല നോക്കി, എന്തൊരു വലിപ്പുള്ള ഇലയാ കണ്ടോ നോക്കി. നല്ല വലിയ ഇല കേട്ടോ. ഇനിയും അയില ഇനിയും ഉണ്ട് കേട്ടോ ഇല. അവിടേക്ക് നല്ല ഫ്രഷ് അയില കിട്ടുന്ന ചേച്ചിക്ക്. അതാണ് ചേച്ചി മീൻ കൊണ്ടുവന്നത്. ഇത് ചാള. നല്ല ചോരയുള്ള ചാള. ചാള തന്നെ ചേച്ചി 2-3 തരം ചാളയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാ പറഞ്ഞേ. കൺമണി കുട്ടി, ഇതൊക്കെ എന്താ ചെയ്യാ നമുക്ക്? നമുക്ക് ഇതെല്ലായിടത്തേക്കും വാങ്ങി കൊടുക്കാം അല്ലേ. ഇത് കുഞ്ഞ ചാളാട്ടാ. ഇതൊക്കെ നല്ല കുഞ്ഞു ചാള. ഇത് നമുക്കിങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വറ്റിക്കില്ലേ, മുളകും ചാറ് വയ്ക്കാൻ പറ്റിയ ചാള. അപ്പം എൻ്റെ ഈ ഉള്ളിലായി. ഞാൻ വേറൊരു ഉള്ളി കൂടി എടുക്കട്ടെ കേട്ടാ. നമുക്ക് വേറൊരു ഉള്ളി കൂടി എടുക്കാം. കൺമണി കുട്ടിയെ ഇവിടെ ഇരിക്കട്ടെ. ഇതെടുത്തിട്ട് വരട്ടെ കേട്ടോ. ഞണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ. ഞണ്ടത് എനിക്ക് എൻ്റെ മോൾക്ക് പേടിയോടെ ചാടില്ല കേട്ടോ പൊന്നോ. പിന്നെ ഇതിലെന്താ നോക്കട്ടെ കേട്ടാ. ഇത് മറ്റേ പള്ളത്തിക്ക് ഉണക്കാൻ നല്ലതാ. കറി വയ്ക്കാനായില്ലതെ. നല്ല കണ്ടോ, നല്ല രസമുള്ള മീനുകൾ അല്ലേ മീൻ കാണുമ്പോൾ. ഇത് വേറൊരു മീൻ. ഇതാ ഈ മീൻ നോക്കിയേ. എന്താ ഈ മീനിന്റെ പേര് ഞാൻ ആദ്യം കഴിച്ചിട്ടുണ്ട്. ചേച്ചിണ്ട് പറഞ്ഞു കുറച്ച് മീനുകളുടെ പേരുകളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഈ മീൻ ഇതിൽ ഐസിലിരിക്കണേ വെള്ളമുണ്ട്. ഈ മീൻ നോക്കിയേ. ഇത് ചെമ്മീൻ. വേറെ മീനല്ലേ. ഇനിയുണ്ട്. ഇതും ചെമ്മീൻ തന്നെ. അവിടെ കണ്ടില്ല കമ്പനിയെ. പുറത്തേക്ക് ചാടാനായിട്ട് ഞണ്ട് ഞാൻ നിങ്ങണ്ടെന്ന് പറയണേ. ഇതും ചെമ്മീൻ തന്നെ കേട്ടാ. മേടിക്കല്ലേ. ഇത്തിരി വെള്ളം തെളിച്ചില്ല, നമുക്ക് കുളിക്കാൻ കാണുമ്പോൾ ഇത് കഴിഞ്ഞ. ജീവള ഞണ്ട് കിട്ടിണ്ടേ. കൺമണി കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ട്. അതാണ് കൺമണി കുട്ടി സംസാരിക്കണേ. ഇത് കുഞ്ഞുമുളി വെച്ചിരുമ്പോ കൊണ്ടുവന്നതെന്ന് കണ്ടടിയേ. ഇത് കുറേ തരം മീനുകള്. പിന്നെ ഇതൊന്നും ഇല്ലാതെ ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി. കേട്ടാ. ഇത് നമ്മുടെ ബ്രാല് ഉണക്കിയത് കേട്ടാ എന്നാ പറഞ്ഞ. അപ്പം ഇത് എന്നോട് ഒന്നും കൂടി വെയിലത്തിട്ടോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇതാ ഉണക്ക ചെമ്മീൻ. ഇതാ ഇത് ഒക്കെ അവിടെ തന്നെ അപ്പം തന്നെ വാരിയിട്ട് അവിടെ ഉണക്കി കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതാണ് ചേച്ചി അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും മീനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നല്ല ഫ്രഷ് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത്രയും ഫ്രഷായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ എത്രയും മീനാണ് ചേച്ചി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് മുഴുവൻ നമുക്കൊന്ന് കഴിക്കാൻ പറ്റില്ല എന്നറിയാലോ. ഒരു വീട്ടിലേക്ക് ഇത്രയും മീൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് ആവശ്യക്കാർക്ക് കൊടുക്കൂട്ടാ. അപ്പം ഞാനും കൺമണി കുട്ടി ഉണ്ടല്ലോ, ഇന്ന് നമ്മളെന്താവും മീൻ കച്ചവടക്കാരി ആകും ഞങ്ങളിന്ന് ഒരു ദിവസത്തേക്ക്. ഇല്ല ഞണ്ട് കൺമണി കുട്ടിയെ ഞണ്ട് ജീവൻ്റെ അവൾക്ക് പേടിയാവാ. അപ്പം ഇനി ഇത് ഇപ്പം തന്നെ ഞാൻ എല്ലാവർക്കും ആവശ്യക്കാർക്ക് കൊടുക്കട്ടെ കേട്ടാ. കണ്ടോ അയിലൊക്കെ സൂപ്പർ അയില നോക്കിയേ. എന്തൊരു വലിപ്പുള്ള അയിലയാന്ന് നോക്കിയാൽ. നമ്മുടെ അവിടെ ഒന്നും ഇപ്പം ഇങ്ങനെ വരുന്നേ ഇല്ല. അതിശയം. എനിക്ക് അവിടെയാണ് ഇത്രയും വലിയ അയില അടുത്തൊന്നും നമ്മുടെ അവിടെ കിട്ടിയിട്ടില്ല കേട്ടാ. ഇത്രയും വലിപ്പുള്ള നല്ല വീതിയുള്ള അയില. ഞണ്ട് ജീവണ്ട് അല്ലേ. ഞണ്ട് പേടിച്ചു ആരെ കണ്ടിട്ട്?
ഫോൺ അടുത്തേക്ക് കൊണ്ടപ്പോ അല്ലേ? ആ ഞണ്ട് ഫോൺ ഷായിട്ട് അടുത്തേക്ക് കൊണ്ടപ്പോളേ ഞണ്ട് കിടന്നിങ്ങനെ ഓടി. അതാണ് കൺമണിക്കുട്ടി പറയണേ. അപ്പൊ കൺമണിക്കുട്ടി നമുക്ക് വേഗം കൊടുത്ത് അവസാനിപ്പിക്കുക. നമുക്ക് പുത്തൂർക്കും വേഗം ആക്കാം. ഞണ്ട് പുത്തൂർക്ക് കൊണ്ടുപോവാ, എല്ലാത്തിനും കൊണ്ടുപോവാ കേട്ടാ. നമുക്ക് കൺമണിക്കുട്ടി പുത്തൂർക്ക് പൂപ്പളേ, അതാണ് അവള് പറഞ്ഞേ അവിടേക്ക് വേഗം കൊണ്ടുപോകാന്ന്. പിന്നെ എൻ്റെ കല്യാണക്കുട്ടിക്ക് നമ്മുടെ വടിയിൽ കിടക്കണം, അതൊരു സ്വഭാവം കേട്ടോ അവൾക്ക്. അപ്പോൾ അവള് കല്യാണക്കുട്ടി നല്ല ഉഷാറായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചെക്കന്മാരെ എന്താ പറയാ തൊപ്പിക്ക് ഊരി കഴിഞ്ഞാൽ അതിലൊരു കോളറൊക്കെ ഊരി കഴിഞ്ഞ് താഴേക്ക് ഇറക്കാം. ഉഷാറായിട്ടുണ്ട്. നല്ല മോളായിട്ട് പറഞ്ഞേ നിങ്ങള്. ഇനി പോട്ടെ, എനിക്ക് കുറേ കഴിഞ്ഞിട്ട് വന്നിരിക്കട്ടെ. കല്യാണക്കുട്ടിയുടെ അടുത്ത് അവളുടെ അടുത്ത് കുറച്ചേരം ഇരിക്കാറുണ്ട്. ഞാൻ അങ്ങനെ വന്നിട്ടില്ല. അച്ഛടാ അതിൻ്റെ സങ്കടം മുഖത്തുണ്ട്. വരാത്തണ്ട് വരാട്ടാ വരാട്ടാ പിണങ്ങണ്ടാട്ടാ വരാട്ടാ. പിണക്ക് കൂട്ടിയാവണ്ട കേട്ടോ. വലുത് ഒത്തിരി തിരക്കായ കാരണം കേട്ടാ. കളിക്കാൻ വരാണ്ടിരുന്നേ വലുത് കേട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടാ. പിണങ്ങണ്ടാട്ടാ കേട്ടാ. പിണങ്ങണ്ടെന്ന് പിണങ്ങണ്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുണ്ടാ. കണക്ക് കൂട്ടി ആവശ്യട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ഇതെന്താന്ന് ഞാനിപ്പോൾ പറയാട്ടോ. 1-2 കൂടി കൊണ്ടാക്കിയാണ്ട് അതുകൂടി കൊണ്ടുവച്ചിട്ട് ഇത് നമ്മുടെ കുട്ടിപ്പട്ടാണ്. അവിടേക്ക് കിടക്കാനുള്ള എൻ്റെ കവാടാട്ടാ. അപ്പോൾ ഇതേ നമ്മളിവിടെ കുറച്ച് സാധനങ്ങൾ പറിച്ചിട്ട്, അതായത് നമ്മുടെ കൺമണിക്കുട്ടിയുടെ സ്കൂളിലേക്കാണ്. അവിടെ ടീച്ചർമാർ വിളിച്ചിട്ടാട്ടോ നമ്മളിത് കൊണ്ടുപോകണത്. ഇപ്പോൾ പറിച്ചിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് എന്തോ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് അവിടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടേ. ഇത് ഇഞ്ചി, പിന്നെ ഇത് മഞ്ഞൾ, ഇത് ചേന ഒരു തൈയായിട്ട് ഇങ്ങനെ പറിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഇത് നീലച്ചേമ്പ്, പിന്നെ ഇതെന്ന് പറയുന്നതാണ് മാങ്ങഞ്ചി, പിന്നെ നമ്മളിതാ മധുരക്കിഴങ്ങ് ഇതാ ഒരെണ്ണം ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര സാധനങ്ങളാണ് കൊണ്ടുപോകണത്. മണ്ണ് പൊടിയാണ്ട് ഇങ്ങനെ തന്നെയാണ് എത്തിക്കണം. നമ്മൾ പിന്നെ സ്കൂളിൽ എത്തിച്ചു കൊടുക്കുക കേട്ടോ. അത് എന്തുകൊണ്ടാണെങ്കിൽ ഒന്നാമത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിപ്പട്ടാണങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര കുരയ്ക്കായിരിക്കും. കുട്ടികൾക്ക് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ കൊണ്ടു കൊടുക്കണ കാരണം ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കണതായിട്ട് അവർക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ പിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. വെൽക്കം കഴിയടാ. കുട്ടികൾക്ക് നമ്മളത് കൊടുത്തപ്പോൾ ഒരു സന്തോഷം, നമുക്കതിനേക്കാളേറെ സന്തോഷം കേട്ടോ. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയതില്ലോ എന്നുള്ളൊരു സന്തോഷം കൂടി നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ കാബേജ് നടാൻ പോകാട്ടോ. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതാ അതേപോലെ ചെറിയ ചാലൊക്കെ എടുത്ത് നന്നായിട്ട് കൊത്തിയിളക്കി അതിൽ വേപ്പിൻ പിണ്ണാക്കും അതേപോലെ എല്ലുപ്പൊടിയും കുമ്മായൊക്കെ ഇട്ട് ഒരു 3-4 ദിവസം ഇങ്ങനെ കൊത്തിയിളക്കി ഇട്ടു കേട്ടോ. അതിലാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നടുമ്പോൾ 1.5 അടി അകലത്തിലാണ് നടുക. കാരണം നമുക്കറിയാം ഇത് ചെടിയൊക്കെ വലുതായി വരുമ്പോൾ ഇലയൊക്കെ വിരിഞ്ഞ് വരുമ്പോൾ ഏതാണ്ട് ഇത്രയും ഒരു സൗകര്യം വേണം അവർക്ക്. അപ്പോൾ അതനുസരിച്ചായിട്ട് നമ്മൾ നട്ടു കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ചാല് കോരി നടന്നതിന് എന്തിനാണെങ്കിൽ ഇവർ വലുതായി വരുന്നതിനനുസരിച്ച് കടക്കിലേക്ക് മണ്ണ് വേണം. അതിനാണ് നമ്മൾ ചാല് കോരി ഇടുന്നത്. അപ്പോൾ ഇവർ വലുതായി വരുമ്പോഴേക്കും നെലസമം പോലെ ആയി കിട്ടും നമുക്ക്.
അപ്പം നമ്മുടെ നടൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഇപ്പം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചേക്കും കൊടുക്കൂട്ടാ. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളേ. പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് പൈപ്പ് ഇട്ടിട്ട് നനച്ച് കൊടുക്കരിക്കും കേട്ടാ. നമ്മുടെ കുമ്പളങ്ങ ദിവസത്തേക്ക് പറയണ പോലെയാണ് വലുതായി വരുന്നത്. അപ്പോൾ കുറച്ച് കുമ്പളങ്ങ ഉണ്ട് ഇന്നും പൊട്ടിക്കാനായിട്ട്. അപ്പോൾ അതും പൊട്ടിച്ചെടുക്കാട്ടാ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഞാൻ ഒരു കുട്ടിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ടേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിട്ട് അത് പൊട്ടിച്ചെടുക്കണേ. ഞാൻ അപ്പുറത്തുണ്ട്, എനിക്ക് കയ്യാത്തിനോടത്ത്. മറ്റേ ഷീറ്റിൻ്റെ മുകളിൽ നിൽക്കുന്നതൊക്കെ ഷായറിനെ കൊണ്ട് തന്നെ പറ്റുള്ളൂ എടുക്കാനായിട്ട്. ഞാനപ്പോൾ അവൾക്കുള്ളത് എനിക്ക് കയ്യെത്താവുന്ന ആ സ്ഥലത്തുനിന്ന് പൊട്ടിച്ചു കൊടുക്കാമെന്ന് വെച്ചു. ഇതാരും തൊടരിക്കും കേട്ടാ. ഇവർക്കാണ് എല്ലാം അറിയേണ്ടത്. ഇവർ എന്താ പറയണമെന്ന് അറിയാം, നീക്ക് ഞാനെല്ലാം പണിയെടുക്കാമെന്ന്. അതേപോലെ ഇവര് നടത്ത് കടക്ക്. നോക്കിയേ, നിറച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കുമ്പളങ്ങ. ഈ കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഒരു കടയുമ്പോഴാണ് ഇതേപോലെ പടർന്ന് പന്തിരിച്ച് നോക്കണേ. നമ്മൾ കുറേ നട് അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടാ. എല്ലാതും കുറച്ചേരം നടണുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടണ വിളവ് എന്തോ കൂടുതൽ. അതാണ്. ആ കുട്ടി വരും, അവൾക്ക് കൊടുക്കാം. അപ്പം ഷീജ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയായിട്ടാ. നമ്മുടെ പല വീടുകളിൽ ഞാൻ അധികം കാണിക്കാറുണ്ട്. ചീരയുടെ ടൈം ആകുമ്പോഴല്ല ഷീജ കൂടുതൽ നമ്മൾ ചീര കൊണ്ടുപോകാനായിട്ട് വരിക. അപ്പോൾ ചീര കൂടുതലാകുമ്പോൾ നമ്മളിവിടെ അരിഞ്ഞു ഇങ്ങനെ ഷീജ കൊണ്ടുപോകും കൂടുതലായിട്ട്. അപ്പം പിന്നെ അവിടെയുള്ള വീടുകൾക്കൊക്കെ കൊടുക്കും ഷീജ. ഇന്നിപ്പോൾ കുമ്പളങ്ങ ഉണ്ട്, 3 കുമ്പളങ്ങ ഞാൻ വെക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഉണ്ട് കേട്ടോ കുമ്പളങ്ങ. നമ്മളവിടെ ഇപ്പം നന്നായിട്ടുണ്ടായിന്നേ. ഞാനപ്പോ ഇട്ടപ്പം വിളിച്ചു ഷീജാനെ വന്നിട്ട് കൊണ്ടു. കുറെ കുമ്പളങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ അങ്ങോട്ടൊക്കെ ഇട്ട് കൊടുത്തു, ഒന്നും നാശാക്കി കളഞ്ഞില്ല. വിളിച്ചാൽ മതി, ഞാൻ ചീര കഴിക്കാനായിട്ട്. മുട്ടയുടെ കാര്യം അപ്പൊ കാര്യങ്ങൾ ചെയ്ത് മുട്ട ആകുമ്പോ വിളിക്കുക. ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാട്ടിയില്ലേ കോഴിമുട്ട നമുക്ക് കൊടുക്കില്ലാത്ത കുഴപ്പമുള്ളൂ. അത്രയും പേര് നമുക്ക് മേടിക്കാനുണ്ട്. ഇരുന്ന് ഷീജ ഇരുന്നോ? അങ്ങനെയൊന്നുമില്ല ഷീജ. കുമ്പളങ്ങ സ്മിതേച്ചി കുമ്പളങ്ങ സ്മിതേച്ചി എന്തുണ്ടായാലും എനിക്ക് തരും. എന്ത് സാധനം എന്നെ ഫോൺ വിളിച്ചിട്ട് എനിക്ക് തരും. അത് കാരണം സ്മിതേച്ചി കുമ്പളങ്ങ വിളിച്ചോണ്ട് പോട്ടെ. വലിയ സഞ്ചി എടുക്കാൻ പറയായിരുന്നല്ലേ, കൊള്ളാ പോടാ. ഞാനേ വലിയ സഞ്ചിന്ന് എടുത്ത് പറയാൻ മറന്നുപോയി, അതുണ്ടായ. കുമ്പളങ്ങ ഇത്ര വലിപ്പുണ്ടെന്ന് അറിഞ്ഞില്ല. വീഡിയോയിൽ കാണുമ്പോ തോന്നണില്ലടാ. വീഡിയോ കണ്ടു, പക്ഷെ വലിപ്പം വീഡിയോയിൽ കാണിക്കണില്ലല്ലേ. അതിപ്പോ എന്താ സാധനം അതേട്ടാ, ഇപ്പൊ കൊള്ളിയില്ലാതെ നമ്മുടെ നല്ല വലിപ്പുണ്ടാവുമല്ലോ. സ്മിതേച്ചിയുടെ കൊള്ളി ഞാൻ അവിടെ 2-3 ആൾക്കാർ കൊടുത്തുട്ടാ. അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട് അവര് അതിന് കൊമ്പ് തരുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒന്ന് കൊമ്പിന് ഇനിയിപ്പോ ഞാൻ പോകണ്ടേ, അവരോട് പെട്ടെന്ന് പോകാൻ പറ്റില്ല. പട്ടിയുള്ള കാരണം എനിക്ക് പേടിയ കാരണം ആദ്യമൊക്കെ എപ്പോഴും സ്മിതേച്ചി ഇപ്പൊ കൊടുന്നു. ഇപ്പൊ പട്ടിയുള്ള കാരണം പെട്ടെന്ന് പോകാൻ പറ്റില്ല. സ്മിതേച്ചിനെ വിളിച്ച് ഫോൺ ചെയ്ത് എടുത്തിട്ടൊക്കെ വേണം പോണെങ്കിൽ. കൊമ്പൊന്നും കിട്ടൊരു വഴിയില്ലാന്ന് തോന്നുന്നു. ഇല്ല, ഞാന് ഷീജ പറഞ്ഞാ മതി. അപ്പൊ അവിടുത്തെ പറമ്പിൽ പോയിട്ട് വരുമ്പോ ആക്കി വെക്കാട്ടാ. ഈ സമയത്താണോ കൊള്ളി? കൊള്ളി നമുക്ക് പക്ഷെ നമുക്ക് എപ്പോഴും നമുക്കിങ്ങനെ എപ്പോഴും ആവശ്യത്തിന് ഉണ്ടാവും, പറിക്കാനുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം കൃഷി എന്നിട്ടൊക്കെ വിളിക്കാൻ ഞാൻ കൊണ്ടുപോവാ. കണ്ട നമ്മുടെ അവിടെ ഞാൻ പറയാറില്ലേ, നമുക്ക് വിളവ് കുറെ നട്ടിട്ടല്ല കുറച്ച്. ഇപ്പൊ ഈ കുമ്പളങ്ങ ആകെ ഒരു കടയാണ്.
പക്ഷെ അതാണ് ഇതേപോലെ ഉണ്ടാവണതേ. അപ്പൊ നമ്മൾ കുറെ നട്ടിട്ടല്ല, പക്ഷെ ഇതേപോലെ കൂടുതലായി. നമുക്ക് വീടിന്റെ അടുത്ത് തന്നെ എല്ലാവരും ഉണ്ട് കൊടുക്കാനായിട്ട്. അവർക്കൊക്കെ കൊടുക്കാനില്ലാത്ത കുഴപ്പമില്ല. ഷീജോളെ പറഞ്ഞാൽ വിടവര്, ഷീജ അവിടെ ഉണ്ടെങ്കിൽ മേടിച്ചോളൂ, പൈസക്കായാലും മേടിച്ചോളൂ എന്നൊക്കെ പറയും. പൈസക്ക് പിന്നെ നമ്മൾ കൊടുക്കാറില്ല. പക്ഷെ നമുക്ക് അത് കാരണമായിട്ടോ ഞാൻ പുറത്തുനിന്ന് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഷീജ വരട്ടെ മേടിക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ കൂടുതൽ ഉണ്ടാവുണ്ടെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കാൻ എല്ലാ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റണില്ല. അപ്പൊ അങ്ങനെ ഞാൻ കൊണ്ടുപോണ്ട് എല്ലാവർക്കും കാശിന് കൊടുക്കാത്ത കാരണല്ലേ വേണ്ടത്. അല്ല, കാശിന് കൊടുക്കാതെ കാരണം ഞാൻ അവിടെ പറഞ്ഞു, നമുക്ക് എപ്പോഴും കൃഷി ഉണ്ടാവണില്ലല്ലോ. ഇപ്പൊ കുമ്പളങ്ങ മാത്രമേ കൊടുക്കാനുള്ളൂ. അപ്പൊ അത് കൊടുക്കാതിനേക്കാളും നല്ലത് നമ്മുടെ വീടിന്റെ അടുത്ത്. അപ്പോൾ ഇനി ഞാൻ ചീരയ്ക്കാകുമ്പോൾ ഞാൻ വിളിക്കേണ്ടിട്ട് ശ്രീജ. കൂടുതലാകുമ്പോൾ എല്ലാവരോടും പറഞ്ഞോളൂ, പൈസക്കൊന്നുമില്ല എങ്കിലും നമ്മൾ കൂടുതലൊക്കെ ആവുകയാണെങ്കിൽ അവർക്ക് തരാമെന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ എലിക്കുട്ടി ഓടി വരണ്ട, നീ പേടിക്കേണ്ട, അവളൊന്നും ചെയ്യില്ല കേട്ടോ ശ്രീജ. പിന്നെ നമ്മുടെ അല്ലുവിന് എന്താ പറയുക, മീൻ കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് അവൾക്ക് കൊടുക്കാൻ തന്നു. പിന്നെ നമ്മുടെ യൂണിക് ഫാമിലി 2.0 ഒരു പാചകം ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു സ്നാക്സാണ് കേട്ടോ നമ്മൾ പ്രാവശ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കഴിക്കാൻ എളുപ്പമായിരിക്കും. അടിപൊളിയായിട്ടാ, പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയതാണ്. കാണാനുള്ള രസമാണ്. കഴിച്ചോട്ടെ, നല്ല രസം. അത് നല്ല രസമല്ലേ ശരിക്കും, നല്ല സോഫ്റ്റ് ആട്ടാ ശരിക്കും. നല്ല സോഫ്റ്റ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയോളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഇതൊക്കെ വെച്ചത് കാണണമെങ്കിൽ നമ്മുടെ യൂണിക് ഫാമിലി 2.0 പോകണം കേട്ടാ. നിർത്തല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.